വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചുവെന്ന വാർത്തയിലേക്ക് തന്നെയാണ്. കുറുവാ ദ്വീപിന് സമീപമുള്ള ചാലിഗദ്ദ പനശ്ശിയിലെ അജിയായിരുന്നു മരിച്ചത്. സിസിടിവി ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അജിയുടെ വീടിനുള്ളിലേക്ക് ആന കടന്ന് ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കർണാടകയുടെ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി ഒരു ആക്രമണം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയതും ഒരാളുടെ ജീവൻ കവരുന്നൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതുമായ സാഹചര്യം ഉണ്ടാക്കിയത്. അതേസമയം ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച അപകടകാരിയായ കാട്ടാനയുടെ സാന്നിധ്യം തുടരുന്നതിനാൽ മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലെ കുറുക്കമൂല, കുറുവ, കാടൻകൊല്ലി, പയ്യമ്പള്ളി ഡിവിഷനുകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങളടക്കം ഈ ഒരു ആശങ്ക നേരിടുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിഷേധിക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നൊരു സാഹചര്യമുണ്ട്. അനൂപ് കെ ആർ തുടരുന്നുണ്ട്. അനൂപ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ഒരുപാട് ജനങ്ങൾ അവിടെ കൂടുനിന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. നേരത്തെ അനൂപ് സൂചിപ്പിച്ചതുപോലെ തന്നെ റോഡ് ഉപരോധിക്കുന്ന മറ്റൊരു ഘട്ടത്തിലേക്ക് ആളുകൾ പ്രതിഷേധവുമായി എത്തുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ളത്? ഒരു ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഈ മാനന്തവാടി ആശുപത്രിയിലും അതോടൊപ്പം തന്നെ മാനന്തവാടി നഗരത്തിലും നടക്കുന്നത്. ജില്ലാ കളക്ടർ നേരിട്ടെത്തി ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ, വിവരങ്ങൾ ഇത് ഏത് വിധത്തിൽ പരിഹരിക്കും എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നാണ് ഈ പ്രതിഷേധത്തിൽ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. വനംവകുപ്പിന് കൃത്യമായി ഈ ആനയുടെ സഞ്ചാരപഥം സംബന്ധിച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ലഭിക്കുന്നു. കർണാടക വനംവകുപ്പ് ഏതാണ്ട് ഈ വിവരം സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക വിവരങ്ങൾ കൈമാറുന്നതിൽ വലിയ ഒരു അനുഭവം കാണിച്ചു എന്നുള്ളൊരു വിവരം നമുക്ക് വനംവകുപ്പിന് ഭാഗത്തുനിന്ന് ലഭിക്കുന്നു. ഈ ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ ഉൾപ്പെടുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, സാങ്കേതിക നടപടികളൊന്നും തന്നെ വനംവകുപ്പ് ഒരു ഘട്ടത്തിലും കേരള വനംവകുപ്പുമായി കൈമാറിയിട്ടില്ല എന്ന ഒരു വിവരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇപ്പോൾ നമുക്ക് വനംവകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ ആനയുടെ ഒരു ലൊക്കേറ്റ്, അതിന് കൃത്യമായ ഒരു സ്ഥലം നിർണ്ണയിക്കാൻ അതിന് വനംവകുപ്പ് ഇപ്പോൾ സാധിച്ചിട്ടില്ല. ഈ റേഡിയോ കോൾ സിഗ്നലുകൾ നൽകാൻ കർണാടക വനംവകുപ്പ് ശ്രമിച്ചില്ല. അതോടൊപ്പം തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ചില റിസീവറും അതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതികമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നിരവധി തവണ കർണാടക വനവകുപ്പുമായി ബന്ധപ്പെട്ടിട്ടും അത് നൽകാൻ കർണാടക വനവകുപ്പ് തയ്യാറായില്ല. അതേസമയം ഇത്തരത്തിൽ കർണാടക പിടികൂടുന്ന ആനകൾ ഈ കേരള വനാതിർത്തി മേഖലകളിൽ ഉണ്ട്. അത് ആ ഒരു പ്രാധാന്യം ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരത്തിലുള്ള സാങ്കേതിക ഉപകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ കേരള വനവകുപ്പ് കർണാടക വനവകുപ്പിനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ അത് നൽകിയില്ല തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ ഈ കേരള വനവകുപ്പ് പറയുന്നുണ്ട്. ഏതായാലും ആ സാഹചര്യങ്ങൾ ഒരുവശത്ത് നിൽക്കുമ്പോൾ ഒരു വശത്ത് വലിയ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. പനശ്ശിയിൽ അജിയുടെ ദാരുണമായിട്ടുള്ള ഈ മരണത്തെ തുടർന്നാണ് ആ പ്രതിഷേധങ്ങൾ ഏതായാലും ഇവിടെ നടക്കുന്നത്. ജില്ലാ കളക്ടർ, ഉന്നത വനവകുപ്പ് മേധാവികൾ ഉൾപ്പെടെ സ്ഥലത്തെത്തി ഈ പ്രശ്നത്തിന് പെട്ടെന്ന് ഒരു പരിഹാരം കാണണം, ആ പരിഹാര നടപടികൾ തങ്ങളോട് വിശദീകരിക്കണം എന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഏതായാലും ആവശ്യം ഉന്നയിച്ചുള്ള പ്രതിഷേധം ഇപ്പോൾ റോഡ് ഉപരോധമായും മറ്റും രൂപപ്പെട്ടു കഴിഞ്ഞു. അത് തുടരുകയാണ്. ഇത്തരത്തിൽ ഒരു അടിയന്തര തീരുമാനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ആ സമരം ശക്തമായി തന്നെ തുടരാനുമാണ് ജനങ്ങളുടെ തീരുമാനം. ആ രീതിയിൽ പ്രതിഷേധം മാനന്തവാടി നഗരത്തിലും അതോടൊപ്പം ആശുപത്രിയിലും തുടരുകയാണ്. മോർച്ചറിയിൽ നിന്ന് മൃതദേഹം മാറ്റാൻ സമ്മതിക്കാതെയാണ് നാട്ടുകാരുടെ ഈ പ്രതിഷേധം നടക്കുന്നത്. ജില്ലാ കളക്ടറുമായി ബന്ധപ്പെടുമ്പോൾ എത്രയും പെട്ടെന്ന് സ്ഥലത്തെത്തുമെന്നാണ് അറിയുന്നത്. ഏതായാലും ആ രീതിയിലുള്ള പ്രശ്നപരിഹാര സാധ്യതകളും ജില്ലാ ഭരണകൂടം ഈ ഘട്ടത്തിൽ തേടുകയാണ്. ജനങ്ങളുടെ പ്രതിഷേധത്തെ ആശ്വസിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ആ പ്രതിഷേധം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതിൽ സർക്കാർ തല ഇടപെടലുമുണ്ട്. നേരത്തെ വനമന്ത്രി എ കെ ശശീന്ദ്രൻ വിശദീകരിച്ചു കഴിഞ്ഞു ഏത് വിധത്തിലാണ് ഈ നടപടികൾ പുരോഗമിക്കുന്നതെന്ന്. അത് ഒന്നുകിൽ വനമേഖലയിലേക്ക് ആനയെ പെട്ടെന്ന് തന്നെ തുരത്തുക എന്നുള്ളതായിരിക്കും. അതാണ് പ്രാഥമികമായി വനവകുപ്പ് ചെയ്യുക. പിന്നീടാണ് അതിന് സാധ്യമില്ലെങ്കിൽ ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരാളെ കൊലപ്പെടുത്തിയ അപകടകാരിയായി നിൽക്കുന്ന ആന, ആ ആനയെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാതെ അതിനെ മയക്കുവെച്ച് ഇത്രയും വിധത്തിൽ പിടികൂടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു ദൗത്യത്തിലേക്ക് കടക്കുകയാണ് വനവകുപ്പിന്റെ ആറാട്ടി സംഘം. ഡോക്ടർ അജേഷ് ദാസിന്റെ നേതൃത്വത്തിലുള്ള ആറാട്ടി സംഘമുണ്ട്. നോർത്ത് വയനാട് DFO, സൗത്ത് വയനാട് DFO ഷജാ കരീമിന്റെ നേതൃത്വത്തിലുള്ള വനവകുപ്പ് സംഘമുണ്ട്. അവരെല്ലാവരും ഈ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് ഈ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ നടപടികൾ രൂപപ്പെടുത്തുകയാണ്. അതിനുവേണ്ടിയിട്ട് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയാണ്. ആനയുടെ സാന്നിധ്യം സംബന്ധിച്ച് നിലവിൽ സൂചനകളില്ല. കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ റേഡിയോ കോൾ ഉപയോഗിച്ചുള്ള ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു സാങ്കേതിക ബുദ്ധിമുട്ടും വനവകുപ്പിന് മുന്നിലുണ്ട്. ഏതായാലും വനമേഖലയ്ക്ക് തൊട്ട് സമീപത്താണ് ആനയുള്ളത് എന്നതാണ് വനവകുപ്പിനെ സംബന്ധിച്ച ആശ്വാസം. എന്നാൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ജനവാസ മേഖലയിലേക്ക് ഇപ്പോൾ പനശ്ശിയിലെ അജിയുടെ വീട്ടിലേക്കെല്ലാം അതിക്രമിച്ചെത്തിയതുപോലെ ഒരു സാഹചര്യത്തിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. ഇതെല്ലാം വലിയ കുഴപ്പത്തിലേക്കും ആശങ്കയിലേക്കും എല്ലാമാണ് ആ പ്രദേശത്തെ ജനങ്ങൾ നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആശങ്ക എത്രയും പെട്ടെന്ന് തന്നെ അകറ്റാനുള്ള നടപടിക്രമങ്ങൾ
വനവകുപ്പ് നടത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുത്തങ്ങയിൽ നിന്നുള്ള RRT സംഘം നേരത്തെ തന്നെ വിവിധ ആക്ഷനുകളിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് പലയിടത്തും സംസ്ഥാനത്ത് പുറത്തും വിവിധ ആക്ഷനുകളിൽ പങ്കെടുത്ത വിദഗ്ധരായ സംഘമാണ് മുത്തങ്ങയിലെ RRT ടീം. ഏതായാലും അവരിവിടെ എത്തിയിട്ടുണ്ട്. ഡോക്ടർ അജീഷ് ദാസ് നേതൃത്വത്തിൽ ഒരു വ്യക്തമായ ആക്ഷൻ പ്ലാൻ ഉടൻ തന്നെ തയ്യാറാക്കി അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ഉന്നത വനവകുപ്പ് മേധാവികളുടെ നേതൃത്വത്തിൽ ഒരു കൂടിയാലോചനയുടെ ഫലമായി ഇപ്പോൾ ഒരു തീരുമാനമായി വന്നിരിക്കുന്നത്. ഏതായാലും ആ നടപടികളിലേക്ക് വനവകുപ്പ് കടക്കുകയാണ്. അനൂപ് ഇപ്പോൾ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടകയുടെ ഭാഗത്തു നിന്നും ഈ ഒരു വിഷയത്തിൽ ഒരു വീഴ്ച ഉണ്ടായി എന്ന് തന്നെ വേണോ മനസ്സിലാക്കാൻ? കാരണം കേരളം പലതവണ ആവശ്യപ്പെട്ടിട്ടും ഈ ആനയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളാവട്ടെ സാമഗ്രികളാകട്ടെ അതൊക്കെ ആവശ്യപ്പെട്ടിട്ടും കർണാടകയുടെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ളൊരു നിലപാടോ സമീപനമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല എന്ന് വേണോ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അനൂപ്, കർണാടക വനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു കൃത്യവിലോപം അലംഭാവം ഈ സംഭവങ്ങളിൽ ഉണ്ടായി എന്നുള്ളത് വളരെ പ്രത്യക്ഷമായി തന്നെ വ്യക്തമാണ്. തണ്ണീർക്കൊണ്ട സാഹചര്യത്തിൽ അത് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ വീണ്ടും മറ്റൊരു മോഴയാനയുടെ രൂപത്തിൽ അത് ആവർത്തിച്ചിരിക്കുന്നു. ഈ രണ്ട് സംഭവങ്ങളിലും സമാനമായി ഒരു കാര്യമുണ്ട്. അതായത് ഈ ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ ഉതകുന്ന വിധത്തിൽ റേഡിയോ കോൾ സന്ദേശങ്ങൾ വനവകുപ്പിനോ അതാത് പ്രദേശത്തെ വനവകുപ്പിന് കൈമാറിയിട്ടില്ല എന്നുള്ളതാണത്. അത് കൈമാറാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കർണാടക വനവകുപ്പ് പറയുന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നിരവധി തവണ കർണാടക വനവകുപ്പിന് കേരള വനവകുപ്പ് കത്തയച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ആ കത്തിനോടൊന്നും ഒരു അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു നിലപാട് കർണാടക വനവകുപ്പ് സ്വീകരിച്ചില്ല. അവരുടെ ഈ വനാതിർത്തി മേഖലകളിൽ നിന്ന് പിടികൂടുന്ന വന്യമൃഗങ്ങളെ ഈ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചല്ലാതെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾക്ക് വിധേയമല്ലാതെ അത് കേരള കർണാടക അതിർത്തി മേഖലയിൽ തുറന്നു വിടുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളോ മറ്റോ കൈമാറാതിരിക്കുകയും ചെയ്യുന്നതെന്നുള്ള ഒരു വലിയ കൃത്യവിലോപം കർണാടക വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് നമുക്ക് ഈ സാഹചര്യങ്ങൾ വിലയിരുത്തിയാൽ മനസ്സിലാവുക. തണ്ണീർക്കൊമ്പിന്റെ കാര്യത്തിൽ അത് നടന്നിരുന്നു. അത് വീണ്ടും ഇപ്പോൾ ഈ ആനയുടെ കാര്യത്തിലും ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ആനയുടെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ ഉതകുന്ന വിധത്തിലുള്ള സാങ്കേതിക വിവരങ്ങൾ, ഇൻഫർമേഷനുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതിന്റെ സഞ്ചാരപഥ ഏത് വിധത്തിൽ കടന്നു പോകുന്നു എന്നത് അടിസ്ഥാനമാക്കി അതാത് പ്രദേശങ്ങളെ അറിയിക്കുന്നതിൽ അതാത് വനവകുപ്പുകൾ അറിയിക്കുന്നതിൽ കർണാടക വനവകുപ്പ് വീണ്ടും പരാജയപ്പെട്ടു. അതിന്റെ ഫലം കൂടിയാണ് അജി എന്ന ഈ പാവപ്പെട്ട ഒരു ഈ പ്രദേശത്തുകാരന്റെ മരണത്തിന് വരെ കാരണമാകാൻ ഇടയാക്കിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും വനവകുപ്പ് അതിൽ കൃത്യമായ പ്രതിഷേധവും കർണാടക വനവകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഏറ്റവും പ്രധാനമായി ഈ കേരള വനവകുപ്പ് പറയുന്നത് ഈ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ റിസീവറും അതോടൊപ്പം തന്നെ അതിനെ സ്വീകരിച്ച ലാൻഡ് ടീം എല്ലാം ഉണ്ട്. അപ്പോ ഈ ആന സഞ്ചരിക്കുന്ന ആ പ്രദേശത്തായിരിക്കണം ഇത് വേണ്ടത്. എന്നാൽ അത് കേരള വനവകുപ്പ് ആവശ്യപ്പെട്ടു കർണാടക വനവകുപ്പിനോട്. എന്നാൽ അത് കർണാടക വനവകുപ്പ് നിരവധി തവണ കത്തയച്ച് അഭ്യർത്ഥിച്ചിട്ടും നൽകാൻ തയ്യാറായില്ല. ഇത് വലിയ ഗുരുതരമായ ഒരു ആരോപണമാണിത്. ഏതായാലും കർണാടക വനവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആനയെ അല്ലെങ്കിൽ കാര്യമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. കാരണം ഇത്തരത്തിൽ കർണാടക അവരുടെ തലവേദന ഒഴിക്കാൻ വേണ്ടി ഒരു ആനയാവട്ടെ മറ്റ് വന്യജീവികളെ ആകട്ടെ ഇത്തരത്തിൽ വയനാട് കർണാടക അതിർത്തിയിൽ ഉപേക്ഷിക്കുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് കേരളത്തിലെ വയനാട്ടിലെ ജനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ സാഹചര്യം ആദ്യത്തെ സംഭവമല്ല. അതിനു മുമ്പും ഇത്തരത്തിൽ സമാന സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. കർണാടകയുടെയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വനവകുപ്പിന്റെയും ഒരു സംയോജിതമായിട്ടുള്ള ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമേ ഇത്തരത്തിലൊരു വന്യജീവികളെ അതിന്റെ ഉതകുന്ന രീതിയിൽ ജനങ്ങൾക്ക് ആശങ്ക സൃഷ്ടിക്കാത്ത തരത്തിൽ എത്തരത്തിൽ കാടുകയറ്റി അയക്കാം എന്നുള്ള നടപടികൾക്കൊക്കെ തന്നെ നമുക്ക് നീങ്ങാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ കർണാടകയുടെ ഭാഗത്ത് നോക്കുമ്പോൾ നിരവധി തവണ കത്തയച്ച് കേരളം ആവശ്യം ഉന്നയിക്കുന്നു. പക്ഷെ ഒരു തരത്തിലുമുള്ള നടപടികൾ കർണാടകയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്ത സാഹചര്യം അതൊരു ഗുരുതരമായിട്ടുള്ളൊരു പിഴവ് തന്നെയല്ലേ? അത് ഗുരുതര പിഴവ് തന്നെയാണ്. ഈ അല്പസമയം മുൻപ് ഈ സംഭവം സംബന്ധിച്ച് കർണാടക പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഫോറസ്റ്റ് സുഭാഷ് മൽഗഡെ ഈ സംബന്ധിച്ച് പറഞ്ഞത് ഇത് ഏത് ആനയാണെന്ന് തങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ്. അത് ഒരു വനംവകുപ്പ് ഒരു പ്രധാനപ്പെട്ട വൈൽഡ് ലൈഫിനെ കെമിക്കൽ ട്രാങ്കുലൈസ് ചെയ്ത് അതിനെ പിടികൂടി ഇത്തരത്തിൽ റേഡിയോ കോളർ ഉൾപ്പെടെയുള്ള സാങ്കേതിക നടപടികൾ പൂർത്തീകരിച്ച് അതിനെ വനാന്തരത്തിൽ തുറന്നു വിടുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തങ്ങൾക്ക് ലഭ്യമല്ല എന്നാണ് കർണാടക വനവകുപ്പ് പറയുന്നത്. അത് എത്രത്തോളം ഒരു അല്ലെങ്കിൽ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണ് എന്നുള്ളത് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാക്കാം. അത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വനാതിർത്തിയിൽ അതിനെ തുറന്നുവിടുമ്പോൾ അത് ഏതെല്ലാം മേഖലകളിലേക്ക് സഞ്ചരിക്കുമെന്നും
ഏതെല്ലാം ജനവാസ മേഖലയിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും വനവകുപ്പിന് കൃത്യമായ കണക്കും കാര്യങ്ങളുമുണ്ട്. അല്ലെങ്കിൽ അതിനെ ലൊക്കേറ്റ് ചെയ്യുന്ന അതിന്റെ സിഗ്നലുകൾ അനുസരിച്ച് നിർണ്ണയിക്കാനുള്ള മാർഗങ്ങളും രീതികളുമുണ്ട്. ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള നിലപാടാണ് കർണാടക BCCFന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ. അത് ഈ ഇത്തരത്തിൽ പിടികൂടുന്ന വന്യ മൃഗങ്ങളെ ഏത് വിധത്തിലും അതിനെ തുറന്നു വിട്ട് അത് തങ്ങളുടെ തലയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള നിലപാട് കർണാടക വനവകുപ്പ് സ്വീകരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം ഒരു കടുവയുടെ കാര്യത്തിൽ സമാന സംഭവം ഉണ്ടായി. കർണാടകയിലെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ പരിക്കേറ്റ അവശ്യ നിലയിലായ ഒരു കടുവയെ കേരള വന അതിർത്തിയോട് ചേർന്നിട്ടുള്ള മേഖലയിൽ യാതൊരു ചികിത്സയും നൽകാതെ, പ്രാഥമിക ചികിത്സയും പോലും നൽകാതെ തുറന്നു വിടുന്ന ഒരു സമീപനമാണ്. അത് വലിയ വിവാദമാവുകയും ചെയ്തു. ആ സമീപനമാണ് കർണാടക വനവകുപ്പിന് പൊതുവിൽ ഈ വൈൽഡ് ലൈഫ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലുള്ളത്. ഏതായാലും അത് കർണാടക വനവകുപ്പ് ആവർത്തിക്കുന്നു. അതിന്റെ ദുരന്ത ഫലം നമ്മൾ അനുഭവിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ. പനച്ചിയിൽ അജിയുടെ മരണത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നു.